ഇപ്പോൾ ഇത് എടപ്പാളിൽ ഒരു പ്രശ്നമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അതായത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് CITU അവിടെ ലോഡ് ഇറക്കാൻ തൊഴിലാളികൾ ലോഡ് ഇറക്കി തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ തൊഴിലാണ് എന്ന് പറഞ്ഞ് തർക്കമുണ്ടായി, മർദ്ദനമുണ്ടായി. ഒരു തൊഴിലാളി ഭയത്തിൽ കെട്ടിടത്തിൽ നിന്ന് ചാടി അയാളുടെ 2 കാലുകളും ഒടിഞ്ഞു. ഇപ്പോൾ നമ്മുടെ MP ഫൈസൽ CITUവിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞത് വീണയാളെ ആശുപത്രിയിൽ എത്തിച്ചത് CITUക്കാർ ചേർന്നാണ് എന്നാണ്. ഇതിപ്പോൾ ഒരു ഒഴിഞ്ഞ കെട്ടിടം, അവിടെ പണിയെടുക്കുന്ന ഒരു തൊഴിലാളി, അദ്ദേഹം താഴെ വീഴുന്നു, നിലവിളി ശബ്ദം കേട്ട് ഈ പറയുന്ന CITUക്കാർ ഓടിപ്പാഞ്ഞു വരുന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നു എന്നല്ല. അവിടെ ഒരു സംഘർഷമുണ്ടായി, വാക്കുതർക്കമുണ്ടായി. അതിനിടയിൽ ഭയന്നാണ് ഒരാൾ അവിടെ നിന്ന് ചാടുന്ന, അയാളുടെ 2 കാലും ഒടിയുന്നു. അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് വീണ്ടും പറയുന്നത്. മാധു, ഇതൊക്കെ നമുക്കൊരു സമയവും സന്ദർഭവും കിട്ടിയപ്പോൾ, പ്രത്യേകിച്ചും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം CPIM-നെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കാനുള്ള നുണ ഫാക്ടറികളായി നമ്മുടെ ചില മാധ്യമങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും, എവിടെ പിന്നീട് ഇല അനങ്ങിയാലും അതെല്ലാം CPIM-ൻ്റെ CITUവിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ തലയിൽ വെക്കുക എന്നുള്ള ഒരു നുണ ബോംബാണ് വാസ്തവത്തിൽ ഇവിടെയും പൊട്ടുന്നത്. ഞാനത് ആവശ്യപ്പെടുകയാണ് അങ്ങയോട്. കേരള പോലീസിന്റെ FIR എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പരാതിക്കാരനും മറ്റു ജോലിക്കാരനും 4/7/24 രാത്രി 10:30 മണിയോടെ എടപ്പാൾ ടൗണിൽ പട്ടാമ്പി റോഡിലുള്ള രവി എന്നയാളുടെ SRB ബിൽഡിംഗിൽ ലോറിയിൽ നിന്ന് ലോഡ് ഇറക്കിയതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ 1 മുതൽ 10 വരെയുള്ള CITU യൂണിയൻകാരായ പ്രതികൾ പരാതിക്കാരനെയും കൂടെയുണ്ടായിരുന്നവരെയും കൈകൊണ്ടും ഫൈബറിന്റെ ട്യൂബ് ലൈറ്റ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചും പ്രതികളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് ചാടി ആവലാതിക്കാരന്റെ 2 കാലിന്റെയും മടമ്പിന്റെ എല്ല് പൊട്ടി ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ കാര്യം ആരുടെ നുണ ഫാക്ടറിയാണ്? കേരള പോലീസിന്റെയാണോ മാധ്യമങ്ങളുടേതാണോ? അല്ല, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള രേഖ അതെന്താണെന്ന് എനിക്കറിയില്ല. FIR എന്റെ കയ്യിലില്ല. പറഞ്ഞോട്ടെ, അതെന്റെ കയ്യിലില്ല. അല്ല ദയവിത് കേൾക്കൂ മാധു, ദയവിത് കേൾക്കൂ. ഞാൻ പറഞ്ഞത്, ഇത്തരം ഏതെങ്കിലും ഒരു രേഖ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ അതെല്ലാം ശരി, എല്ലാം ഓക്കെയാണ്, CITU തൊഴിലാളികളെല്ലാം ഇത് ചെയ്തിരിക്കുന്നു എന്നൊന്നും ഒരു വിധി പറയാൻ കഴിയില്ലല്ലോ. കാരണം ഒരു കേസുണ്ടായാൽ ആ കേസിൻ്റെ മേൽ പിന്നീട് കോടതിയിലോ മറ്റോ അതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടാവും. അതിനുശേഷം ഒരാളെ നമ്മൾ കുറ്റവാളിയെന്നും അല്ലെന്നും വിധിക്കും. ഇവിടെ ഞാൻ പറയുന്നതൊന്നും നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഞാൻ ഈ നുണ ഫാക്ടറി എന്ന് പറയാൻ കാരണം എന്താ? ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഓണർ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൂലിപ്പണിക്കാരെ വെച്ച് വൈകുന്നേരം ലോഡ് ഇറക്കുകയാണ്. അപ്പോൾ ഇത് ചുമട്ടുതൊഴിലാളി നിയമം നടപ്പിലാക്കിയ ഒരു പ്രദേശമാണ്. അപ്പോൾ രജിസ്റ്റേർഡ് തൊഴിലാളികളാണ് ഈ പ്രദേശത്ത് കയറ്റിറക്ക് തൊഴിലിന് സാധാരണയായി പിന്നെ ഉള്ളത്. നിങ്ങളീ പറഞ്ഞ ഇതേ സൈറ്റിൽ തലേ ദിവസവും ഇത് ഇറക്കിയിട്ടുള്ളത് CITUക്കാരാണ്. ഇപ്പോൾ സാധാരണ തൊഴിലാളികൾ ട്രേഡ് യൂണിയനുകാരെ കുറിച്ച് പറയുമ്പോൾ എല്ലാ വിമർശനവും CITUവിന്റെ തലയിലാണ് വെക്കുന്നത്. നമ്മുടെ ട്രേഡ് യൂണിയനിൽ വർക്ക് ചെയ്യുന്നവർ CITUക്കാരും INTUC-കാരും അവർക്ക് കൊടുക്കേണ്ട ന്യായമായ കൂലി കൊടുക്കാതെ രക്ഷപ്പെടാനുള്ള തന്ത്രം എന്നുള്ളത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അതിന് പരിഹാരം തല്ലാണോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയൊന്നും നിങ്ങൾ ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ ആക്ഷേപിക്കരുത്. ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ CITUക്കാരെ ഒന്നടങ്കം ആക്ഷേപിക്കരുത്. എന്റെ പിതാവും ചുമട്ട് തൊഴിലാളി യൂണിയന്റെ ഭാഗമായിരുന്നു. നിങ്ങൾ ചുമട്ട് തൊഴിലാളികളെ മുഴുവൻ ആക്ഷേപിക്കരുത്, CITUക്കാരെ മുഴുവൻ ആക്ഷേപിക്കരുത്. തെറ്റാണ് മാധു, അത് തെറ്റാണ്. നിങ്ങൾ ഈ നാട്ടിലെ CITUക്കാരെയും ഈ നാട്ടിലെ ചുമട്ട് തൊഴിലാളികളെ ആക്ഷേപിക്കരുത്. ദയവിത് കേൾക്കൂ, എന്റെ മറുപടി അല്ലല്ല, അങ്ങനെ CITUക്കാരെല്ലാം നോക്കുകൂലി വാങ്ങുന്നവരാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? CITUക്കാർ മുഴുവൻ നോക്കുകൂലി വാങ്ങുന്നവരാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? തെറ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെ ആരോപണം ഉന്നയിച്ചു പോരുത് ശ്രീ ഷിജു ഖാൻ. ഞാൻ പറഞ്ഞത് ഒരിടത്ത് 10:30 ശേഷം കൊണ്ടുപോയി ലോഡ് ഇറക്കുന്നത് തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട കൂലി കൊടുക്കാതിരിക്കാനുള്ള തന്ത്രമാണ് എന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുമെന്നാണ് പറഞ്ഞത്. അത് ആക്ഷേപമാണോ അതോ CITUക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണോ? അല്ല, CITUക്കാർ നോക്കുകൂലി വാങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞു. അതിന് കൊടുക്കേണ്ട മാധു, നിങ്ങൾ അങ്ങനെ ദയവിത് കേൾക്കൂ. ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ ചർച്ച നിയന്ത്രിക്കുന്ന നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ പ്രകോപിതയാകല്ലേ. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ.
നിങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അങ്ങ് തുടരട്ടെ എന്ന് ഞാൻ വിചാരിക്കണോ? നോക്കുകൂലി എന്ന് ഞാൻ പറഞ്ഞോ? മാത്രമല്ല 10:30 ശേഷം ഒരിടത്ത് പോയി ലോഡ് ഇറക്കുന്നത് CI2കാരുടെ കണ്ണു വെട്ടിക്കാനാണ് എന്ന് എല്ലാവർക്കും ബോധ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല ദയവീത് കേൾക്കൂ. ഞാനിപ്പോൾ നിങ്ങളുടെ പല ചർച്ചകളിൽ നിന്നും ഇങ്ങനെ പരമാവധിയൊക്കെ വരാൻ ശ്രമിക്കാത്തതിൻ്റെ ഒരു കാരണവും മറുപടി പറയാൻ അവസരം തരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ദയവീത് കേൾക്കൂ, ദയവീത് കേൾക്കൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രേഡ് യൂണിയൻകാരെ കുറിച്ചും നമ്മുടെ CI2കാരെ കുറിച്ചും എൻ്റെ സമയമാണ് CI2കാരെ കുറിച്ചും ട്രേഡ് യൂണിയൻകാരെ കുറിച്ചും ഇവരെല്ലാം പിന്നീട് എന്തോ വലിയ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നൊക്കെയുള്ള പൊതുബോധം സൃഷ്ടിക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ ഇത് അനീതിയാണ്. പറയാത്ത ഒരു കാര്യം, അതും കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ 10:30 ശേഷം ലോഡ് ഇറക്കാൻ പോകുന്നത് ആളുകളുടെ, അതായത് തൊഴിലാളികളുടെ കണ്ണ് വെട്ടിച്ച് കൊണ്ടുപോകാനാണ് എന്നത് അത് സ്വാഭാവികമായി ഈ പറയുന്ന മുതലാളിമാർ എടുക്കുന്ന ഒരു തന്ത്രമാണെന്ന് അടക്കം ഞാൻ പറയാണ്. അത് അവരെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഒരു വശം കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പറയാണ്. അപ്പൊ അങ്ങ് പറയാണ് മാധ്യമങ്ങൾ നുണ ഫാക്ടറി പറയുന്നത്. കേരള പോലീസിന്റെ FIR വായിച്ച് ഏൽപ്പിച്ചപ്പോൾ അങ്ങ് പറയാണ് തൊഴിലാളികളെ അപമാനിച്ചു എന്ന്. എന്താ ഇത്? എന്തൊരു അനീതിയാണിത്? അല്ല ഓക്കെ, സമയം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ വല്ലാതെ പ്രകോപിതയാണെങ്കിൽ പിന്നെ എനിക്ക് മറുപടി പറയാനുള്ള സമയമില്ലല്ലോ. നിങ്ങൾക്ക് തുടരാം. ഞാൻ ഒരു പ്രകോപനവും ചെയ്തിട്ടില്ല. ഞാൻ പറയാത്തൊരു കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ മാത്രമാണ് പറഞ്ഞത്. പിന്നെ അങ്ങ് പറയുന്നു നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു വിവരമില്ല കേട്ടോ. എന്റെ ചർച്ചയിലാണോ മാതൃഭൂമിയുടെ ചർച്ചയിലാണോ പൊതുവെ മാധ്യമങ്ങളുടെ ചർച്ചയിലാണോ അറിയില്ല. ഞങ്ങളെ അറിയിച്ചിട്ടില്ല. നിമിഷം ഇവിടെ തർക്കത്തിനിടയിൽ എനിക്കൊരു അവസരമില്ലാതെ ഇടപെടണം. നൗഷാദ് അലി, എന്റെ സമയമാണ്. നൗഷാദ് അലി, മാധു ഇവിടെ അനീതിയാണെന്നും പിന്നെ വലിയ ഇതൊക്കെ ആണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് മറുപടി പറയണം. നിങ്ങൾക്ക് അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടെ ദീർഘിപ്പിച്ച് തരാൻ പറയണം. ഞാൻ എൻ്റെ മറുപടി പറയട്ടെ. മാധു ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത് പൊതുവിൽ നമ്മുടെ മാധ്യമ അവതാരകർ ഈ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെയും പ്രതിനിധികളെയും വിളിച്ചിരുത്തി അവർക്ക് പറയാനുള്ള മുഴുവൻ ഒരു പ്രസംഗം നടത്തി കഴിയുന്ന അവസ്ഥയിൽ പലപ്പോഴും ചർച്ചയിൽ നിന്ന് എങ്ങനെ പങ്കെടുക്കുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ മാറി നിൽക്കാറുമുണ്ട്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ തലേ ദിവസം നിങ്ങൾ പറഞ്ഞ പ്രസ്തുത സ്ഥലത്ത് തലേ ദിവസം ലോഡ് ഇറക്കിയത് CI2കാരാണ്. അങ്ങനെ ലോഡ് ഇറക്കിയിട്ടുള്ള അന്ന് അവിടെ ഒരുവിധ തൊഴിൽ തർക്കവുമില്ല. നിങ്ങൾ പറഞ്ഞ് പോയിന്റ് തീർക്കാൻ സമ്മതിക്കണം. അപ്പോൾ അവിടെ ഒരു പിന്നെ തൊഴിൽ തർക്കവുമില്ല. അപ്പോൾ സ്വാഭാവികമായും എവിടെന്നോ ചില ആളുകളെ കൊണ്ടുവന്ന് രജിസ്ട്രേഡ് തൊഴിലാളികൾ എടുക്കേണ്ട ജോലിക്ക് അവരെ അനുവദിക്കാതിരിക്കുകയും അത്തരം സാഹചര്യം ഉണ്ടായപ്പോൾ വളരെ സമാധാനപരമായി അക്കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിക്കും. എന്ത് സംഭവിക്കുന്നു ചോദിക്കും. അത് എവിടെയാണെങ്കിലും CI2 ചോദിക്കും, STU ചോദിക്കും, INTUC ചോദിക്കും. CI2കാർ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ സംസാരിച്ചു. ബിൽഡിംഗ് ഓണറുമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ ബിൽഡിംഗ് ഓണർ തന്നെ യഥാർത്ഥത്തിൽ താൻ നിയമപരമായിട്ട് ഉള്ള കാര്യം അല്ല ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. എന്നിട്ട് താൻ ഇത് ഇറക്കിയതിന്റെ മുഴുവൻ പൈസയും കൊടുക്കാം എന്ന് പറയുന്നു. അപ്പോഴും നോക്കുകൂലി വാങ്ങുന്ന പരിപാടി ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞവരാണ് CI2കാർ, എന്ന് പറഞ്ഞവരാണ് ചുമട്ടുതൊഴിലാളികൾ. ആ ചുമട്ടുതൊഴിലാളികൾ മുഴുവൻ കൈക്കൂലിക്കാരാണെന്നും അവർ മുഴുവൻ നോക്കുകൂലിക്കാരാണെന്നും നമ്മുടെ ചില മാധ്യമങ്ങൾ വിളിച്ചു പറയുകയാണ്. അതെനിക്ക് ചോദ്യം ചെയ്തേ മതിയാവൂ. ഇനിമേൽ ഇത്തരത്തിൽ നിയമപരമല്ലാത്ത കാര്യം അങ്ങ് ചെയ്യരുത്. ഇവിടെ സംസാരിച്ചത് എന്നിട്ടാണ് അങ്ങ് പറയുന്നത് ഞാൻ അവരെ അപമാനിച്ചു. അവസാനിപ്പിച്ചോട്ടെ. എടപ്പാൾ എന്റെ മറുപടി തീർക്കുന്നതിന് മുമ്പ് 5 വട്ടം മാധു ഇടപെട്ടു. ഞാനൊന്ന് കൺകൂടിയട്ടെ. ഞാൻ പറഞ്ഞത് വാസ്തവത്തിൽ ഇങ്ങനെ വളരെ സമാധാനപരമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പിന്നെ ഒരാളെ കാണാനില്ല എന്ന ഒരു സംഭവം അവിടെ ഉയർന്നു വരുന്നു. അപ്പോൾ എല്ലാവരും ചേർന്ന് തെരയുന്നു. അപ്പോൾ തെരയുന്നതിനിടയിൽ ഇങ്ങനെ ഒരാൾ കാലൊടിഞ്ഞ് കിടക്കുന്നത് ശ്രദ്ധപ്പെടുന്നു. ആ പ്രദേശത്ത് പരിചയമില്ലാത്ത ആളാണ് അങ്ങനെ കാലൊടിഞ്ഞ് കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടുന്നതിനിടയിൽ അപകടം പറ്റിയെന്ന് മനസ്സിലാവുന്നു. നിങ്ങളുടെ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടാൽ CI2കാരെല്ലാം കൂടെ നാട്ടുകാരെ ഏതൊക്കെയോ ആളുകളെ
അവിടെ തൊഴിലാളികളെ തല്ലി വീഴ്ത്തി കാലൊടിഞ്ഞു, 2 കാല് പൊടിഞ്ഞു, ആശുപത്രിയിലായി എന്ന് തോന്നിപ്പോവും മാധു. മാധു അങ്ങനെ പറഞ്ഞാലില്ലെങ്കിലും അങ്ങനെ തോന്നിപ്പോവും. അപ്പോ CITU തൊഴിലാളികൾ തന്നെ ഈ മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. CITU തൊഴിലാളികൾ തന്നെ ഈ മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ചുമട്ട് തൊഴിലാളി ക്ഷേമ ചുമട്ട് തൊഴിലാളികളെ സംബന്ധിച്ച് പരാതി പരിശോധിക്കേണ്ട ബോർഡിന്റെ പേര് ചുമട്ട് തൊഴിലാളി ക്ഷേമ വിവരം കിട്ടിയത് എവിടെ നിന്നാണെന്ന് പറയണം. അങ്ങയുടെ CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ രക്ഷാപ്രവർത്തനം അങ്ങയുടെ പാർട്ടി ഘടകം അന്വേഷിച്ച് പറഞ്ഞതാണെങ്കിൽ ശരി. എന്റെ സോഴ്സ് കേരള പോലീസിന്റെ FIR ആണ്. കേരള പോലീസിന്റെ FIR തെറ്റാണെങ്കിൽ കേരള പോലീസ് എന്തിനാണ് പണിയെടുക്കുന്നത് ആഭ്യന്തര വകുപ്പിനോട് അന്വേഷിക്കാൻ പറയണം. ഡോക്ടർ ഷിജു ഖാൻ, കേരള പോലീസാണ് എഴുതിയിരിക്കുന്നത്. CITU യൂണിയൻകാരായ പ്രതികൾ പരാതിക്കാരനെയും കൂടെ ഉണ്ടായിരുന്നവരെയും പ്രേക്ഷകർ കേൾക്കണമെന്ന്. CITU യൂണിയൻകാരായ പ്രതികൾ പരാതിക്കാരനെയും കൂടെ ഉണ്ടായിരുന്നവരെയും കൈകൊണ്ടും ഫൈബറിന്റെ ട്യൂബ് ലൈറ്റ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചും പ്രതികളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് ചാടിയ ആവലാതിക്കാരന്റെ 2 കാലിന്റെയും മടമ്പിന്റെ എല്ല് പൊട്ടി ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് കേരള പോലീസിന്റെ FIR-ലാണ്. പാർട്ടിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി പുറത്തുവിട്ട റിപ്പോർട്ടല്ല ശ്രീ ഷിജു ഖാൻ. എന്നിട്ടാണ് അങ്ങ് പറയുന്നത് മാധ്യമങ്ങൾ നുണബോംബ് പൊട്ടിക്കുന്നു എന്ന്, മാധ്യമങ്ങൾ ഇടതുവിരുദ്ധ പ്രചാരണം നടത്തുന്നു എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരള പോലീസാണ്. കേരള പോലീസിനെ നയിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ്, മുഖ്യമന്ത്രിയാണ്. അവിടെ പോയി ചോദിക്കണം.